പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സകലരുമേ, 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ബെനഡിക്റ്റ് 15 മാർപ്പാപ്പ ലോകത്തോട് ഇപ്രകാരം പറഞ്ഞു: വിശ്വാസപൂർവം ഉത്തരീയം ചുംബിക്കുന്നവർക്ക് 500 ദിവസത്തെ പൂർണ്ണ പാപ ദണ്ഡ വിമോചനം ലഭിക്കും. വിശ്വാസപൂർവം ഉത്തരീയം ചുംബിക്കുന്നവർക്ക് 500 ദിവസത്തെ പൂർണ്ണ പാപ ദണ്ഡ വിമോചനം പ്രഖ്യാപിച്ചു ബെനഡിക്റ്റ് 15 മാർപ്പാപ്പ. ഈ മാസം മുഴുവൻ, മാർച്ച് മാസം 2026, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് നമ്മൾ നീക്കിവെച്ചിരിക്കുകയാണ്. ഞാനൊരു കർമ്മലീത്ത സന്യാസിയാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ പേര് ഫാദർ തോമസ് കൊടിയൻ ഓക്കാം. ദൈവാനുഗ്രഹത്താൽ ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ നിരന്തര പ്രാർത്ഥനയാൽ ഈ വർഷങ്ങളിൽ ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് എടുക്കും. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. സർവോപരി പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ നിരന്തര പ്രാർത്ഥനയ്ക്ക് ഞാൻ എപ്പോഴും കൃതജ്ഞതയുള്ളവനാണ്. വിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനങ്ങളൊക്കെ മറ്റുള്ളവരിലേക്കും എത്തിക്കണം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുന്നതും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നതും ദൈവത്തിന് ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് മറ്റുള്ളവരും അത് കേൾക്കാനായിട്ടുള്ള അവസരം ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ ഒരുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം പരിശുദ്ധ അമ്മ വഴി, പരിശുദ്ധ കർമ്മലമാതാവ് വഴി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്തരീയത്തെക്കുറിച്ച് അറിയണമെങ്കിൽ കർമ്മലമാതാവിനെ കുറിച്ച് അറിയണം. കർമ്മലമാതാവിനെ കുറിച്ച് അറിയുമ്പോൾ കർമ്മൽ മലയെക്കുറിച്ച് അറിയും. കർമ്മൽ മലയെക്കുറിച്ച് അറിയുമ്പോൾ ബൈബിൾ പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം കർമ്മൽ മലയെക്കുറിച്ച് വളരെയധികം പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കറിയാം, 3 വർഷം ഇസ്രായേല് കടുത്ത വരൾച്ചയിലാണ്. ഈ സമയമാണ് ഏലിയ പ്രവാചകൻ ഇസ്രായേലിലെ എല്ലാ ജനങ്ങളെയും കർമ്മൽ മലയിൽ വിളിച്ചുകൂട്ടി പറയുന്നത്: നിങ്ങൾ ഒന്ന് തീരുമാനിക്കുക, ഒന്നില്ലെങ്കിൽ ബാലിൻ്റെ പുറകെ പോവുക, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക. തുടർന്ന് അദ്ദേഹം നടത്തിയ യാഗം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും ഏലിയ വധിച്ചു. എല്ലാവരും ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഏലിയ മുട്ടുമടക്കി കർമ്മൽ മലയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ ഭൃത്യനോട് പറഞ്ഞു, കടലിൽ പോയി നോക്കുക, കാർമേഘങ്ങൾ ഉയരുന്നുണ്ടോ എന്ന്. അവൻ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല. ഇതുപോലെ നീ 7 പ്രാവശ്യം പോകണം, 7 പ്രാവശ്യം നോക്കണം. 7-ാം പ്രാവശ്യം അവൻ വന്ന് പറഞ്ഞു, കൈപ്പത്തിയുടെ വലിപ്പത്തിൽ ഒരു കാർമേഘം ഉയർന്നു വരുന്നതായിട്ട് ഞാൻ കാണുന്നു. ഏലിയ പറഞ്ഞു, അഹാബ് രാജാവിനോട് പോയി പറയുക, മഴ തടസ്സമാക്കാതിരിക്കാൻ രഥം പൂട്ടി ഉടനെ പുറപ്പെടുക. ഏലിയായുടെ പിന്തുടർച്ചക്കാരായിട്ട് ക്രിസ്ത്യൻ മിഷണറിമാർ കർമ്മൽ മലയിൽ പോയി. ആദ്യത്തെ കർമ്മലീത്ത സന്യാസികൾ അവരാണ് എന്നാണ് സഭയുടെ പാരമ്പര്യം. ഇത് 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 13-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമാണ്. അവർ അവിടെ കൊച്ചു കൊച്ചു ആശ്രമങ്ങൾ പണിതു. ഇംഗ്ലീഷിൽ അതിന് സെല്ലുകൾ എന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് അവർ ദേവാലയങ്ങൾ സ്ഥാപിച്ചു. എല്ലാം കർമ്മലമാതാവിന് അവർ സമർപ്പിച്ചു. 1226 ഹൊണേറിയസ് മാർപ്പാപ്പ 3-ാമൻ, 1587 സിക്സ്തസ് 5-ാമൻ കർമ്മലിത്ത സഭയെ അംഗീകരിച്ചു. 1216, 1214 കാലഘട്ടങ്ങളിൽ ജെറുസലേമിലെ പാത്രിയാർക്കായിരുന്ന വിശുദ്ധ ആൽബർട്ട് അവർക്ക് നിയമം നൽകി. എന്നാൽ മുസ്ലിങ്ങളുടെ അധിനിവേശം മൂലം കർമ്മൽ മലയിൽ അവർക്ക് അധികകാലം നിലനിൽക്കാൻ സാധിച്ചില്ല. അവർ യൂറോപ്പിലേക്ക് പിൻവാങ്ങി.
അങ്ങനെയാണ് യൂറോപ്പ് മുഴുവനും കർമ്മലീത്ത സഭ നിറയുന്നത്, വ്യാപിക്കുന്നത്. പക്ഷെ ഒരുപാട് പീഡനങ്ങളൊക്കെ അവർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥനയുടെ ഒരു സമൂഹമായിട്ട് കർമ്മലീത്ത സഭ വളർന്നു വരികയായിരുന്നു. അന്ന് കർമ്മലീത്ത സഭയുടെ ജനറലായിരുന്ന സൈമൺ സ്റ്റോക്ക്, വിശുദ്ധ സൈമൺ സ്റ്റോക്ക് 1251 ജൂലൈ 16 പരിശുദ്ധ അമ്മയിൽ നിന്ന് പ്രത്യേക ദർശനം ലഭിച്ചു. പരിശുദ്ധമ്മ തൻ്റെ മേൽവസ്ത്രം കാണിച്ചു കൊടുത്തുകൊണ്ട് അതവർക്ക് സ്കാപ്പുലറായിട്ട് നൽകുകയാണ്. ഞങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ വസ്ത്രം, എൻ്റെ മേലെ ഉപയോഗിക്കുന്ന ഇതാണ് സ്കാപ്പുലർ. ആദ്യത്തെ വാഗ്ദാനം ഇതാണ് പരിശുദ്ധ അമ്മ കൊടുത്തത്: എൻ്റെ തിരുവസ്ത്രം ധരിക്കുക വഴി എൻ്റെ ബാഹ്യമായിട്ടുള്ള വസ്ത്രത്തിലുള്ള പങ്കാളിത്തവും എൻ്റെ ആത്മീയ ജീവിതത്തിലുള്ള മുഴുവൻ പങ്കാളിത്തവും ലഭിക്കും. നമുക്കറിയാം, സ്കാപ്പുലർ ബ്രൗൺ കളറാണ്, കാപ്പിപ്പൊടി കളറ്. അതുകൊണ്ട് കാപ്പിപ്പൊടി കളറുള്ള, ബ്രൗൺ കളറുള്ള സ്കാപ്പുലറാണ് പരിശുദ്ധ അമ്മ നൽകിയത്. 5 കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. സ്കാപ്പുലർ മുടങ്ങാതെ ധരിക്കണം, പരിശുദ്ധ കുർബാന സ്വീകരിക്കണം, പരിശുദ്ധ കുർബാന അർപ്പിക്കണം, മുടങ്ങാതെ കുമ്പസാരിക്കണം, സഭ നിർദ്ദേശിക്കുന്ന നോയമ്പിന് പുറമെ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും മാംസം വർജിക്കണം, ഏതെങ്കിലും ഒരു ആത്മീയ ഗുരു നിർദ്ദേശിക്കുന്ന കർമ്മലീത്ത സഭയുടെ പ്രാർത്ഥനകൾ, നോവേനകളിൽ ഏതെങ്കിലും ഒരു ചെറിയ രൂപം ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ സ്കാപ്പുലറുമായിട്ട് ജീവിക്കുന്ന മരിക്കുന്ന ആത്മാക്കൾക്ക് നിത്യ നരകാഗ്നിയിലേക്ക് പോകേണ്ടി വരികയില്ല എന്ന് പരിശുദ്ധ അമ്മ വാഗ്ദാനം നൽകുകയാണ്. ജോൺ 23 മാർപ്പാപ്പ അദ്ദേഹത്തിന് ലഭിച്ചൊരു ഒരു ദർശനത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ ദർശനത്തിൽ ബ്രൗൺ കളർ ധരിച്ച പരിശുദ്ധ അമ്മയെ കണ്ടു. അമ്മ പറഞ്ഞു, ഞാൻ കൃപയുടെ മാതാവാണ്. എല്ലാ ശനിയാഴ്ചയിലും ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പ്രവേശിക്കും. അവിടെ നിന്ന് സ്കാപ്പുലർ ധരിച്ച ആത്മാക്കളെ ഞാൻ സ്വർഗത്തിലേക്ക് ആനയിക്കുമെന്ന്. 1200 കാലഘട്ടങ്ങളിലൊക്കെ പരിശുദ്ധ കർമ്മല മാതാവിനെ കുറിച്ചുള്ള ഒരുപാട് ചിത്രങ്ങൾ പുറത്തു വരികയുണ്ടായി. അതിലെ ഒരു ചിത്രം ഇപ്രകാരമാണ്: പരിശുദ്ധ അമ്മ മാലാഖമാരോടൊപ്പം ശുദ്ധീകരണ സ്ഥലത്തിൽ പ്രവേശിച്ച് സ്കാപ്പുലർ ധരിച്ച ആത്മാക്കൾക്ക് വേണ്ടി വാദിക്കുന്നതായിട്ടാണ്. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ 1980 വെടിയേൽക്കുകയുണ്ടായി. അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ഉണർന്നെഴുന്നേറ്റിട്ട് ആവശ്യപ്പെട്ടത് ഞാൻ കയ്യിൽ പിടിച്ചിരുന്ന സ്കാപ്പുലർ എവിടെയാണെന്നാണ്, ചോദിച്ചുകൊണ്ടാണ്. അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്, വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ സാക്ഷ്യപ്പെടുത്തുന്നത്, സ്കാപ്പുലറാണ്, ഉത്തരീയമാണ് എന്നെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചത് എന്നാണ്. കർമ്മൽ മലയിൽ നിന്ന് യൂറോപ്പിലേക്ക് വ്യാപിച്ച കർമ്മലീത്ത സന്യാസികൾ ഇന്ന് അമേരിക്കയിലെ ചിലി എന്ന ഗ്രാമം പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ വലിയ മധ്യസ്ഥതയിലുള്ള രാജ്യമാണ്. ഇറ്റലിയിലെ അക്വാഫോണ്ടയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് അത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധ കർമ്മല മാതാവിലുള്ള വലിയ ഭക്തി ഒരുപാട് വിശ്വാസികളെ വിശ്വാസ ചൈതന്യത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. 1917 ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടതും കർമ്മല മാതാവാണ്. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ രൂപമാണ്. എല്ലാവരോടും പരിശുദ്ധ അമ്മ പറയുന്നത് ജപമാല ചൊല്ലുവാനായിട്ടാണ്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരെ ആയിത്തീരുവാനായിട്ടാണ്. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ വലിയ അനുഗ്രഹവും അനുഭവമൊക്കെ ആഗോള കർമ്മലീത്ത സഭയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്.
അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും പരിശുദ്ധ കർമ്മലീത്ത സഭാ അംഗങ്ങൾ മുഴുവനും അമ്മയ്ക്ക് ഈ സവിശേഷ നാമം കൊടുത്തിരിക്കുന്നത് പരിശുദ്ധ കർമ്മല മാതാവ്. അമ്മയെക്കുറിച്ചുള്ള ഒരുപാട് ഗാനങ്ങൾ, ഒരുപാട് അനുഭവങ്ങളൊക്കെ നമുക്കറിയാം. ഒരുപാട് വിശുദ്ധരും കർമ്മലീത്ത സഭയ്ക്കുണ്ട്. തിരുസഭ പണ്ഡിതയായിട്ടുള്ള ആവിലായിലെ ത്രേസ്യ, തിരുസഭ പണ്ഡിതനായിട്ടുള്ള വിശുദ്ധ കുരിശിന്റെ യോഹന്നാൻ, ലോക മിഷണറിമാരുടെ മധ്യസ്ഥയായിട്ടുള്ള വിശുദ്ധ കൊച്ചു ത്രേസ്യ തുടങ്ങി അനവധി വിശുദ്ധർ കർമ്മലീത്ത സഭയിൽ നിന്ന് ലോകത്തിന് ദൈവം സംഭാവന നൽകിയിട്ടുണ്ട്. ആഴമായിട്ടുള്ള വിശ്വാസം, ഉത്തിരീയ ഭക്തി, നമുക്കറിയാം 3-ാം സഭാ വിഭാഗങ്ങളൊക്കെ ഇന്നും ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തിരുവസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ സ്കാപ്പുലർ ധരിക്കുക വഴി പരിശുദ്ധ അമ്മയുടെ സന്യാസ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് തീരുകയാണ് ഓരോരുത്തരും ചെയ്യുക. സർവോപരി ജപമാല ധരിച്ച് തിരുവുത്തിരിയം ധരിച്ച് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കാണിക്കുക വഴി വിശുദ്ധ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ടും പരിശുദ്ധ അമ്മ പറഞ്ഞത് പ്രകാരമാണ്, ജപമാലയിലൂടെ തിരുവുത്തിരിയത്തിലൂടെ ഞാൻ ലോകത്തെ മുഴുവനും രക്ഷിക്കുമെന്ന്. ആ രക്ഷണീയ കൃത്യത്തിൽ നമുക്കും ഭാഗഭാക്കുകളാകുവാനായിട്ട് പരിശുദ്ധ കർമ്മല മാതാവിനോടുള്ള വലിയ ഭക്തിയിൽ നമുക്ക് വളരാം. പരിശുദ്ധ കർമ്മല മാതാവിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ നിരന്തരം പ്രാർത്ഥിക്കുക വഴി നമുക്ക് ലഭിക്കുന്നതും നമുക്ക് മാത്രമല്ല, നമ്മുടെ ലോകത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ യുവതീ-യുവാക്കൾക്ക്, നമ്മുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടവർക്കെല്ലാം പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ വലിയ സംരക്ഷണവും ചൈതന്യവും നമുക്ക് ലഭിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനെ നോക്കിക്കൊണ്ട് സേവകരോട് പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മ തൻ്റെ പുത്രൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പറയുന്നതും അപ്രകാരമാണ്, ഈശോ നിങ്ങളോട് പറയുന്നത് ചെയ്യുക. അങ്ങനെ നിരന്തരം പരിശുദ്ധ കർമ്മല മാതാവ് തൻ്റെ പുത്രനെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വേണ്ടി നിരന്തരം അമ്മ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധ കർമ്മല മാതാവിനോട് പ്രാർത്ഥിക്കുക വഴി പരിശുദ്ധ അമ്മയുടെ നിരന്തര പ്രാർത്ഥനയും മാധ്യസ്ഥം നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകും. പരിശുദ്ധ അമ്മയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുവുത്തിരിയം ധരിച്ചുകൊണ്ട് നിത്യനരകാഗ്നിയിൽ പോകാതെ ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് തന്നെ പരിശുദ്ധ കർമ്മല മാതാവ് നമ്മളെ രക്ഷിക്കും എന്നുള്ള വലിയ വിശ്വാസത്തിൽ മുന്നേറുവാനായിട്ട് സർവേശ്വരൻ നമ്മെ പരിശുദ്ധ അമ്മ പരിശുദ്ധ കർമ്മല മാതാവ് വഴി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.